സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലേക്ക് നടത്തുന്ന താൽക്കാലിക അധ്യാപക നിയമനങ്ങൾ പൂർണ്ണമായും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാക്കണമെന്ന് അലയൻസ് ഓഫ് നാഷണൽ SC/ST ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ വകുപ്പിന്റെയും എംപ്ലോയ്മെന്റ് വകുപ്പിന്റെയും അനാസ്ഥയ്ക്കെതിരെ സമരം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വർഷങ്ങളായി എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് പുതുക്കി വരുന്ന സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരായ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയും വിവേചനവുമാണ്. കഴിഞ്ഞ വർഷം ഈ നിയമനങ്ങൾ നടത്തിയപ്പോൾ അന്ന് സർക്കാരും വകുപ്പ് മന്ത്രിയും പറഞ്ഞത് അടുത്ത വർഷം മുതൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ വർഷം മന്ത്രി പറഞ്ഞത്. എന്നാൽ ഈ വർഷവും നേരെ അതേ ഗതികേട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സ്കൂൾ PTA അധ്യാപകർ നടത്തുന്ന ഈ നിയമനങ്ങളിൽ തികച്ചും രാഷ്ട്രീയ താല്പര്യം ഇതിൽ കടന്നുകൂടുകയും ഭരണഘടനാപരമായ പട്ടികജാതിക്കാർക്ക് അനുവദിച്ച സംവരണം ഒട്ടും പാലിക്കുന്നുമില്ല. വർഷങ്ങളായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് പുതുക്കി വരുന്ന സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരായ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തോട് സർക്കാർ കാണിക്കുന്നത് കടുത്ത വഞ്ചനയും വിവേചനവുമാണെന്ന് അലയൻസ് ഓഫ് നാഷണൽ SC/ST ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇത്തരം നിയമനങ്ങൾ നടത്തിയപ്പോൾ അടുത്ത വർഷം മുതൽ ആവർത്തിക്കില്ലെന്നും എന്നാൽ കഴിഞ്ഞ വർഷത്തെ അതേ ഗതിയാണ് ഈ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു. സംസ്ഥാന സർക്കാരും വകുപ്പ് മന്ത്രിമാരും സംവരണ സീറ്റിലൂടെ ജയിച്ചുവന്ന ജനപ്രതിനിധികളും അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് ലഭിക്കുന്നതിനും എൻട്രൻസ് ഫീ കോഴ്സിന്റെ ഫീസ് ലഭിക്കുന്നതിനും സമരത്തിലേക്ക് നീങ്ങുമെന്നും രാമദാസ് വേങ്ങേരി, KP കോരൻ ചേളന്നൂർ, TV ബാലൻ പുല്ലാളൂർ, ഭരത് രാജൻ VT എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസ് പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയോ അതല്ലെങ്കിൽ ഇവിടുത്തെ CPM-ഓ അതല്ലെങ്കിൽ ഇവിടുത്തെ BJP-യോ അതല്ലെങ്കിൽ ഇവിടുത്തെ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, അതോ യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനമോ അല്ലെങ്കിൽ യുവമോർച്ച എന്ന പ്രസ്ഥാനമോ ഈ ഒരു അക്ഷരം പോലും ഇതിനു വേണ്ടി കഴിഞ്ഞ ദിവസം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.